ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മഴക്കാലമൊക്കെ ഏകദേശം കഴിഞ്ഞ് സെപ്റ്റംബർ പകുതി ആയിട്ടുണ്ടല്ലേ. അപ്പോൾ വഴിയരികിൽ, റോഡരികിൽ, പറമ്പിലൊക്കെ നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചെടിയാണ് കലേഡിയം പ്ലാന്റ് അല്ലേ. അപ്പോൾ നിറയെ നമ്മൾ ഏതൊരു വഴിക്ക് പോവുകയാണെങ്കിലും അവിടെ ഒരു കലേഡിയം പ്ലാന്റ്സ് എങ്കിലും നമ്മൾ കാണാതിരിക്കില്ല. കാരണം എല്ലാ സ്ഥലത്തും പല നിറത്തിൽ വൈറ്റ്, ഗ്രീന്, പിന്നെ ഗ്രീനിൽ ഇങ്ങനെ ഡോട്ട് ഉള്ളത്, വൈറ്റിൽ ഡോട്ട് എല്ലാ സൈസിലുള്ള കലേഡിയം പ്ലാന്റ്സും കാണട്ടോ. പക്ഷേ ഈ ഒരു പറമ്പിൽ ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ നാടൻ കലേഡിയം കേട്ടോ. ഹൈബ്രിഡ് നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 100 രൂപ 50 രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഹൈബ്രിഡ് കലേഡിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷേ നാടൻ ഇനം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും അത് ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലില്ലാത്തൊരു 5 6 ഇനം കലേഡിയം പ്ലാന്റ്സ് ഞാൻ പല സ്ഥലത്തു നിന്നായിട്ട് പറിച്ച് കൊണ്ടുവന്ന് ഞാൻ പോട്ടിലേക്ക് മാറ്റി. ഈ ഒരു ചെടിയൊക്കെ നമ്മൾ പറമ്പിൽ കാണുമ്പോഴല്ല, നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ പ്രത്യേകിച്ചൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്കൊക്കെ മാറ്റി. അപ്പോൾ കലേഡിയം പ്ലാന്റ്സിൻ്റെ ഫുൾ കെയറിങ് ഉള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. നല്ല ഭംഗിയുള്ള നാടൻ കലേഡിയം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണ്. നമുക്ക് പോട്ടി മിക്സ് വേണ്ട, ചാണകപ്പൊടി വേണ്ട, മണലൊന്നും നമ്മൾ നോക്കുന്നേ ഇല്ല. നമ്മളെ പറമ്പിൽ ഇങ്ങനെ തനിയെ ഉണ്ടാവാം. നമ്മൾ ഒരു വിത്ത് പറമ്പ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പറമ്പിൽ 2-3 വർഷമൊക്കെ അത് നിറഞ്ഞുണ്ടാകും. പിന്നെ അത് അതിൻ്റെ കിഴങ്ങെന്നാണ് തൈകൾ വരുന്നത്. അപ്പോൾ കിഴങ്ങോടെ നമ്മൾ പറിച്ച് കളഞ്ഞാൽ മാത്രമേ ഈ ഒരു ചെടിക്ക് എന്താവുള്ളൂ, ഇതിൽ നിന്ന് പിന്നെ ഇത് പാടെ പോകുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു നമ്മളെ പറമ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിറഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഒഴിഞ്ഞ പറമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല രസം ഉണ്ടാകും. ഈ റെഡ് കളറൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഹൈബ്രിഡ് ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കലേഡിയം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്രീൻ നിറത്തിലുള്ളതാണ്. അപ്പോൾ വൈറ്റിലുണ്ട്, ഗ്രീനിലൊക്കെ എല്ലാ കളറിലുണ്ട്. നമുക്ക് ഇത് എൻ്റെ കയ്യിലില്ലാത്തൊരു സൈസാണ്. ഇവിടുന്ന് ഞാനൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ചെടികൾ, നമുക്ക് പൂക്കളുള്ള ചെടികളും അതുപോലെ തന്നെ ഇലച്ചെടികളൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടാനുണ്ട് കേട്ടോ. നമ്മളതൊന്നും കാണാതെ പോകുന്നതാണ്. പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൂന്തോട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഭംഗി നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ചട്ടിയിലാണ് ഈ കലേഡിയം പ്ലാന്റ്സ് നട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ചട്ടിയിൽ നടുന്ന സമയത്ത് മിതമായ വെള്ളം കൊടുത്താൽ മതി. നന്നായിട്ട് ഈർപ്പം ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു കലേഡിയം പ്ലാന്റ്സ്. ഒരുപാട് വെയിൽ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തൊന്നും ഈ കലേഡിയം പ്ലാന്റ്സ് ഒരുപാട് ഉണ്ടാവില്ല. കുറച്ചൊരു തണലുള്ള ഏരിയയിലാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അതായത് തെങ്ങോ കഴുങ്ങൊക്കെ ഉള്ള ആ ഒരു പറമ്പിലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ചെടി കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കലേഡിയം പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.